السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله ما بعد. ഞങ്ങൾ ഡെയിലി ഫാത്തിഹ പൂണേൽ ബട്ട ഫർൽ നിസ്കാരത്തിൽ ഓതുക, പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ പിന്നെ അത് വേറെ കണക്കായിട്ട് കയറും. അപ്പം അതിലെ മീനിങ് ഓരോരുത്തരും അറിഞ്ഞിട്ടിക്കുക, അത് ഞങ്ങളെ ബാധ്യത്തായിട്ട് കയറും. أعوذ بالله من الشيطان الرجيم. ഔദു ബില്ലാഹി അള്ളാഹുരുട്ടനാണ് കാവലിനെ തേടുന്നത്. മിനശ്ശൈത്താനി ശൈത്താനിൽ നിന്നിട്ട്, റജീം ശപിക്കപ്പെട്ടവൻ. അപ്പൊ ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുക. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ബിസ്മില്ലാഹി അള്ളാഹുടെ പേരുകൊണ്ട്, റഹ്മാനി ഒരുപോലെ കരുണ ചെയ്തവണു. മോമിനാവട്ടെ കാഫിറാവട്ടെ ദുനിയാവിൽ എല്ലാവർക്കും ഒരേപോലെ കരുണ ചെയ്തവനുണ്ട്. റഹീം മോമിനുക്ക് മാത്ര കരുണ ചെയ്തവണു. ആഖിറത്തിൽ സ്വർഗാതെല്ലാം കൊടുക്കരെ മോമിനുക്ക് മാത്രമുണ്ട്. ബിസ്മില്ലാഹി അള്ളാഹുടെ പേര് കൊണ്ട്, റഹ്മാനി എല്ലാവർക്കും ഒരേപോലെ കരുണ ചെയ്തവണു. റഹീം മോമിനുക്ക് മാത്ര കരുണ ചെയ്തല്ലാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു സർവസ്തുതിയും, ലില്ലാഹി അല്ലാഹുവിനിക്കാകുന്നു. റബ്ബിൽ ആലമീൻ സർവലോകങ്ങളുടെയും രക്ഷിതാവ്. സർവസ്തുതിയും സർവലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനിക്കാകുന്നു. അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ പരമകാരുണികൻ ചെന്നെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഗുണം ചെയ്യണം. റഹീം മുഅ്മിനുക്ക് മാത്ര ആഖിറത്തിൽ ഗുണം ചെയ്യണു. മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ. മാലിക് ചെന്നെങ്കിൽ ഉടമസ്ഥൻ, യൗമു ചെന്നെങ്കിൽ നാള്, ദീൻ ചെന്നെങ്കിൽ പ്രതിഫലം നൽകപ്പെടുന്ന നാൾ ചിഹ്ന മഹ്ശറ. പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നിന്നെ, നഅ്ബുദു നാം ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് നാം സഹായം ചോദിക്കുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിന നമ്മ ഹിദായത്താക്ക്. സിറാത്ത ചെന്നെങ്കിൽ തെറു, മുസ്തഖീം ചെന്നെങ്കിൽ നേരായ തെറു. അപ്പൊ നേരായ തെറുലു നമുക്ക് നീ വഴി നടത്തേനമേ. നേരായ തെറുകു ഞങ്ങൾ നീ ഹിദായത്താക്ക്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ വഴി. സിറാത്ത വഴി, അല്ലദീന എങ്ങനത്തെ വഴി എന്നെങ്കിൽ അൻഅംത നീ അനുഗ്രഹിച്ചവർ, അലൈഹിം അവരെ മേൽ നീ അനുഗ്രഹിച്ചിരിക്കുന്നു. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം നീ കോപിച്ചവരുടെ വഴിയിലല്ല. ഗൈർ ചെന്നിങ്ങണോ അല്ല, മഗ്ദൂബി ചെന്നിങ് കോപിച്ചവർ, നിന്റെ ദ്വേഷത്തിന് ഈടായവർ. അലൈഹിം അവരുടെ മേൽ നീ കോപിച്ചിരിക്കുന്നു. അപ്പൊ ഗൈറിൽ മഗ്ദൂബി അലൈഹിം നീ കോപിച്ചവരുടെ വഴിയിലല്ല. വലദ്ദാല്ലീൻ വലാ ചെന്നിങ് ലാ ചെന്നിങ്ങണോ അല്ലാണ്ട്. ളാലീൻ ചെന്നെങ്കിൽ വഴി പിഴച്ചവരുടെ വഴിയിലുമല്ല. റൂട്ട് തപ്പിയങ്ങ യഹൂദി നസ്രാനി അങ്ങനത്തെ തങ്ങളെ തെറു, അതുപോലെ തങ്ങളെ തെരുളുമല്ല. വലദ്ദാല്ലീൻ ആമീൻ ചെന്നെങ്കിൽ രണ്ട് ദുആനിന് ഉത്തരം ചെയ്യണേ. അപ്പൊ ഔദും പിന്നെ ആമീൻ ഈ രണ്ടും ഫാത്തിഹിൽപ്പെട്ടില്ലേ. അപ്പൊ ഔദു ചെന്നിട്ട് ഫാത്തിഹ ഓതിരടക്ക് ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലുടെ എത്ര സ്റ്റോപ്പ് വേണം. ഫാത്തിഹ വലല്ലാഹ് ചെന്ന് ആമീൻ്റെ ഇടക്കും ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലുടെ എത്ര സ്റ്റോപ്പ്. ആമീൻ ചെന്നിട്ട് സൂറത്തിൻ്റെ നടുവിലും ഒരു സുബ്ഹാനല്ലാഹ് അത്ര ചെല്ലുടെ സ്റ്റോപ്പ് അങ്ങനെ വേണുണ്ട്. അപ്പൊ ഫാത്തിഹ നിർബന്ധമായിട്ട് എല്ലാ റക്കാത്തിലും ഓതുന്നു. പക്ഷേ മസ്ബൂക്കായവണു, ലേറ്റായിട്ട് വന്നവണു, ഫസ്റ്റ് കൈ കെട്ടിട്ട് അപ്പന്നെ ഇമാം റുക്കു പോയെങ്കിൽ വേഗം എന്താണ് അവನು ಒಂದೆರಡು ಆಯತ್ತು ಓದಿಟ್ಟು ಔದು ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬ ഇത്ര ചെന്നിട്ട് ആയപ്പ മേറു ഇമാം റുക്കു പോയെങ്കിൽ ഉണക്ക് എന്താണ് ಬೇಗ ഇമാം റൊട്ടെ റുക്കുവിൽ കൂടണം. ഇനി ഔദു മാത്ത് ഓതിട്ടിന്നെങ്കിൽ ഔദു റുക്കു ഇമാം റുക്കു പോയാൽ പിന്നെ ഔദു ഒരായത്ര അത്ര മേലെ. അപ്പൊ എക്സ്ട്ര എന്താക്കണു, ഔദു എത്ര ഓതി അത്രമേ അക്ഷര ഖുർആൻ ഇത് ഫാത്തിഹയിൽ ഓതണു. നൃത്തത്തിൽ
ഓതിട്ട് പിന്നെ എന്താക്കണം റുക്കൂക്ക് പോണു. അപ്പൊ കൈ ടൈം ഇത് ഫാത്തിഹ വജ്ജഹത്തു ചൊല്ലത് ഔദ് ഞങ്ങൾ ഇപ്പൊ കൈ കട്ടിയപ്പമേ വജ്ജഹത്ത് ഓതുക സുന്നത്തല്ലേ. ഔദുല് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വജ്ജഹത്തു മടങ്ങുത്തീര. കാരണം ഫർലുകൾ ഞങ്ങൾ എൻട്രായെങ്കിൽ പിന്നെ ഇത് ഉണ്ടാകത്തിന് മടങ്ങുത്തീര. ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കണക്കെങ്ങനെ ചെന്നെങ്കിൽ ഇമാം ഒരു ഫാത്തിഹ ഇമാമും കേൾക്കണം. കേട്ടിട്ട് ഇമാം എന്താക്കണം ചെന്നെങ്കിൽ സൂറത്ര നടുവിലും മുണ്ടാണ്ടിക്കണം. എന്ത് ഇമാമുക്ക് ഓതുകയിട്ട് മാമും അതിരെ കേട്ട് എന്താക്കണം, മാമും ആ ടൈമിൽ മുണ്ടാണ്ടിരിക്കുമ്പോൾ മാമും ഫാത്തിഹ ഓതും. ആ മുണ്ടാണ്ടിക്കറ് ചെന്നെങ്കിൽ മെല്ലെ എന്താ ഒരു സൈലന്റ് ആവണം. സൈലന്റ്ലി അവൻ എന്താ ഇമാം എന്താക്കണം ചെന്നെങ്കിൽ ഒരു സൂറത്ത് ഓതിട്ട് പാതി സൂറത്ത് ഓതിട്ട് പാതി ജോറ് ഓതണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഖുർആണ്ടായത്ത് ആ ടൈമിൽ ഓതാ, ഖുർആൻ ഓതാ, അല്ലെങ്കിൽ അറബിയിൽ എന്തെങ്കിലും ദ്വാർന്നുണ്ടല്ലേ ആ ടൈമിൽ. അപ്പൊ ഫാത്തിഹ ചൊല്ലത് അത് വലിയൊരു ശ്രേഷ്ഠമുള്ള ഒരു സൂറത്തായിട്ട് അങ്ങ് മന്ത്രിച്ചെങ്കല്ല വലിയൊരു ഫലമുള്ള കറക്റ്റ് മാത്രം ഉച്ചാരണമുള്ള ശരീബേണതിരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ഒരു മന്ത്രിച്ചിട്ട് അങ്ങ് ഗുണപ്പെട്ടപ്പ ഒരു ജനത ഒരു ആൾമാർക്ക് അങ്ങ് ആട് കൊടുത്താറുണ്ട്. അതൊക്കെ പ്രതിഫലമായിട്ട് ആട് കൊടുത്താറുണ്ട് ഫാത്തിഹ കൂതി മന്ത്രിച്ചിട്ട് ഷിഫയെ പാട്ട്. അപ്പൊ ഫാത്തിഹയുടെ അർത്ഥം വലിയ അർത്ഥമായിട്ട് കയറി. മുൻകഴിഞ്ഞ 3 ഗ്രന്ഥത്തിലുള്ള എല്ലാം ഖുർആനിലുണ്ട്. ഖുർആനിലുള്ള എല്ലാം ഫാത്തിഹയിലുണ്ട്. ഫാത്തിഹയിലുള്ള എല്ലാം ഫാത്തിഹയുടെ ബിസ്മിലുണ്ട്. ബിസ്മിയുടെ അർത്ഥമേ കാലി കംപ്ലീറ്റ് ചൊല്ലുന്ന അലിറല്ലാന്ന് ചൊല്ലു വണ്ട ചുമക്കടത്ര മഷി അത്ര എഴുതിയെങ്കും ബിസ്മിയുടെ അർത്ഥം കംപ്ലീറ്റ് ആവില്ല. അത്രയും എന്തിനുണ്ട് വിശാലമായ അർത്ഥമുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിലൊരു ബേസിക് ആയിട്ടുള്ള മീനിങ് മാത്രം ഞാൻ ഇവിടെ ചൊല്ലി. ആ മീനിങ് തിങ്കാക്കി ഇടങ്ങ ഫാത്തിഹ ഓതും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.